നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. അസ്റുദ്ദീൻ ഒവൈസിയുടെ സങ്കടം കാണാതെ പോയ രാഹുൽ ഗാന്ധിയുടെ കഥ ഇതാണ് ഇന്നത്തെ വിഷയം. അസ്റുദ്ദീൻ ഒവൈസി ആരാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർത്ത ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ മേധാവി അസ്റുദ്ദീൻ ഒവൈസി ഒരു പാവപ്പെട്ട MP കൂടിയാണേ. മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനും മതപരമായ ആചാരങ്ങൾക്കും നേരെയുള്ള ആക്രമണമാണ് വഖഫ് ഭേദഗതി ബില്ലെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നാടകീയമായ ഒരു പ്രതിഷേധത്തിൽ ഒവൈസി പ്രതീകാത്മകമായി ബിൽ കീറിക്കളഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ? പലപ്പോഴും കോൺഗ്രസിനെ തെളിഞ്ഞും ഒളിഞ്ഞും സപ്പോർട്ട് ചെയ്ത ഒവൈസിയുടെ ധീരരോദനം പോലും രാഹുൽ ഗാന്ധി കേൾക്കാത്തതെന്തേ? ഒവൈസിയുടെ ധീരരോദനം ഒന്ന് കാണാം. ये अगर कानून बन जाएगा, उत्तर प्रदेश में 1,21,000 वक्फ की प्रॉपर्टीज है, 1,12,000 के पास कागज ही नहीं है। वक्फ यूजर खत्म हो गया तो जायदादें कौन लेगा? वो जायदादें कौन लेगा बताओ? तुम्हारे पास लीगल उसके ऊपर अख्तियारी नहीं होगा, कोई भी घुस जाएगा। വഖഫ് നിയമം എങ്ങാനും പ്രാബല്യത്തിൽ വന്നാൽ UP-യിൽ മാത്രം 1,21,000 വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ 1,12,000 എണ്ണത്തിന് രേഖകളില്ല. ആര് സമാധാനം പറയും? നിങ്ങൾ പറയൂ. അസ്റുദ്ദീൻ ഒവൈസിയുടെ സങ്കടം ഇതാണ്. അതാണ് അദ്ദേഹം ഹിന്ദിയിൽ കിടന്ന് പുലമ്പുന്നത്. അപ്പൊ ചുമ്മാതല്ല വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്തത്. എല്ലാ സംസ്ഥാനങ്ങളിലും രേഖയില്ലാതെ പാവങ്ങളുടെ ഭൂമി കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നാലും കോൺഗ്രസിനെ കൈവിടാത്ത ഒരാളാണ് ഒവൈസി. അദ്ദേഹം ലോക്സഭയിൽ കിടന്ന് പ്രഹസനങ്ങളെല്ലാം കാണിച്ചിട്ടും രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കാതെ പോയി കളഞ്ഞല്ലോ. ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും SDP-യും എല്ലാം കൂടെ കച്ചകെട്ടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ളവർ അവിടെ നിൽക്കട്ടെ. പാർലമെന്റിലും ലോക്സഭയിലും ഒന്നും വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യം വന്നപ്പോൾ സോറോസ് പറഞ്ഞത് കേട്ട് ഓടി ഒളിച്ച രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ പോകുന്നത് എന്തിനാ? ഒവൈസിയുടെ പ്രീതി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണോ? എന്തായാലും വഖഫ് നിയമമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുക, അത്രമാത്രം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.